اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വളരെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങളും ക്രമപ്പെടുത്തി നല്ല മുസ്ലിങ്ങളായി ജീവിക്കണമെന്നും നല്ല മുസ്ലിങ്ങളായി തന്നെ മരിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ചിരിക്കുന്നത് പോലെ നാളെ അവന്റെ അപാര അനുഗ്രഹമായ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് ചേരുവാനുള്ള മഹാസൗഭാഗ്യം റഹ്മാനായ റബ്ബ് നമുക്കേവർക്കും നൽകുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ഇഹലോക ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളെ പോലെ തന്നെ ഏറെ പ്രധാനമാണ് പരലോക ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളും. ഇഹലോക ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഇവിടെയുള്ള അവന്റെ ജീവിതത്തെ നന്നാക്കിയെടുക്കുവാൻ, നല്ലൊരു ഭാവി ഉണ്ടാക്കിയെടുക്കുവാൻ ഉതകുന്നതാണെങ്കിൽ പരലോക ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് മരണശേഷമുള്ള ജീവിതം ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടായിത്തീരുവാൻ അവനെ പ്രാപ്തനാക്കുന്നത്. ആ ചിന്തകൾ ഉണ്ടാകുമ്പോഴാണ് ഒരാൾക്ക് ഇഹലോകത്ത് തന്നെ നല്ല ഒരു ജീവിതം കാഴ്ചവെക്കാൻ സാധിക്കുന്നതും. സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾക്ക് മരണവും പിന്നീട് ജീവിതവും സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങളിൽ ആരൊക്കെയാണ് ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് അറിയുവാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ കർമ്മങ്ങൾ ചെയ്യുന്നോ എന്നല്ല, മറിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ ഏറ്റവും നന്നായി ചെയ്യുകയും ഏറ്റവും നല്ല രീതിയിൽ തന്റെ ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്യുന്നത് ആരാണ് എന്ന് അറിയുവാൻ വേണ്ടിയിട്ടാണ് മരണവും അതിനുശേഷമുള്ള ഒരു ജീവിതവും അല്ലാഹു തആല നിങ്ങൾക്കായി സൃഷ്ടിച്ചിട്ടുള്ളത്. ഇവിടെ ഏറ്റവും നന്നായി ജീവിക്കുന്ന ഒരാൾക്കാണ് പരലോകത്തും ഏറ്റവും നന്നായി ജീവിക്കുവാനുള്ള അർഹതയുള്ളത്. ഒരു എഞ്ചിനീയറുടെ കഥ പറയുന്നുണ്ട്. അലക്സിസ് ലയോൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്ന അദ്ദേഹം അതിൽ മാസ്റ്റർ ഡിഗ്രിയും കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിൽ ഡിപ്ലോമയും ചെയ്ത വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇംഗ്ലണ്ടിലെ തന്നെ ഏറെ പ്രശസ്തമായ ഒരു കമ്പനിയിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. ചെറുപ്പക്കാരനാണ്.
അദ്ദേഹം വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നത് കേരളത്തിലെ ഒരു പെൺകുട്ടിയെയായിരുന്നു. ആ കല്യാണത്തിന്റെ ആലോചനക്കും അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും വേണ്ടി അദ്ദേഹം ഒരു 3 ആഴ്ചത്തെ ലീവിന് ചെന്നൈയിലെത്തി. പ്രതിശ്രുത വധുവും അവരുടെ കുടുംബവും ഇദ്ദേഹത്തെ കാണുവാനും കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നടത്തുവാനും വേണ്ടി ചെന്നൈയിലേക്ക് ചെന്നു. വസ്ത്രങ്ങൾ എടുക്കണം, ആഭരണങ്ങൾ എടുക്കണം, ബാക്കിയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനുണ്ട്. 3 ആഴ്ച സമയവുമുണ്ട്. വസ്ത്രമെടുക്കുവാൻ വേണ്ടി ഒരു ദിവസം രാവിലെ തന്റെ ബൈക്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഷോപ്പിംഗ് മാളിലേക്ക് പോവുകയായിരുന്നു അലക്സിസ് ലയോൺ. സിഗ്നൽ തെറ്റിച്ചു വന്ന ഒരു ഓട്ടോറിക്ഷ അദ്ദേഹത്തിന്റെ വണ്ടിയെ ഇടിച്ചിടുകയും അദ്ദേഹത്തിന്റെ തലക്കും തോളലിനും നട്ടെല്ലിനും സാരമായ പരിക്ക് പറ്റുകയും ചെയ്തു. നട്ടെല്ലിന് പറ്റിയ പരിക്ക് സ്പൈനൽ കോഡിനെ നന്നായിട്ട് ബാധിച്ചു. അവസാനം നെഞ്ചിനു താഴേക്ക് ചലനശേഷി അദ്ദേഹത്തിൻ്റെത് നഷ്ടപ്പെട്ടു. കുറച്ചൊക്കെ ഓർമ്മയും നഷ്ടപ്പെട്ടു. കല്യാണ വീട്ടുകാർ അതിൽ നിന്ന് പിന്മാറി. മുഴുവൻ സമയവും വീൽ ചെയറിൽ ജീവിക്കുവാൻ കഴിയൂ എന്നുള്ള അവസ്ഥയിലേക്ക് മറ്റൊരാളുടെ ചെറിയ അശ്രദ്ധ അദ്ദേഹത്തിന്റെ ജീവിതത്തെ എടുത്തെറിഞ്ഞു. ജോലി ചെയ്തിരുന്ന കമ്പനി അദ്ദേഹത്തിന് വീണ്ടും ജോലി വാഗ്ദാനം ചെയ്തെങ്കിലും അതിൽ പഴയതുപോലെ ശോഭിക്കാനാവില്ല എന്ന തിരിച്ചറിവ് അദ്ദേഹത്തെ വീട്ടിനുള്ളിലേക്ക് തന്നെ മടക്കി. ശേഷം തന്റെ സുഹൃത്തുമായി അദ്ദേഹം ചെറിയ ഒരു സംരംഭം തുടങ്ങി. ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ പ്രോഗ്രാമുകൾ ചെയ്യുക എന്നതായിരുന്നു. 2 വർഷം കൊണ്ട് അദ്ദേഹം ഒരു പുസ്തകം രചിച്ചു, എ കംപ്ലീറ്റ് ബുക്ക് ഫോർ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്. ശേഷം വന്ന 5 വർഷം കൊണ്ട് 24 പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു. ഇപ്പോൾ തന്റെ സഹോദരന്റെ കൂടെ ഏറ്റവും നല്ല രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ജീവിതം തന്നെയാണ് അദ്ദേഹം നയിക്കുന്നത്. തനിക്ക് പറ്റിയ പരിക്കുകളെയും അപകടങ്ങളെയും തന്റെ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് തന്റെ ജീവിതത്തെ മോശമായി ബാധിക്കുന്നത് എന്നല്ല അദ്ദേഹം ചിന്തിച്ചത്. മറിച്ച് ഇങ്ങനെ കിടന്നാലും ശരി, എനിക്കിവിടെ ചെയ്യുവാൻ കുറെ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഏറ്റവും നല്ലൊരു ജീവിതം നയിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യമാകുമ്പോൾ ഇഹലോകം മാത്രമായിരിക്കാം. പക്ഷെ ഒരു മുസ്ലിമുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഇവിടെയുള്ള ജീവിതത്തിന്റെ ഓരോ പടികളും നാളെ പരലോകത്തെ വലിയ പടികൾ കയറുവാനുള്ള പരിശീലനങ്ങളാണ് അവന്. ഇവിടെയുള്ള ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിന് മുഴുവൻ നാളെ പരലോകത്ത് ഉത്തരം പറയേണ്ടി വരും. എന്തൊക്കെയാണോ ചെയ്യാതെ പോകുന്നത് ആ കാര്യങ്ങൾക്കും നാളെ പരലോകത്ത് ഉത്തരം പറയേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ ഉത്തരം കണ്ടെത്തുവാൻ നാം ശ്രമിക്കണം, അതിന് കഴിയണം. അങ്ങനെ കഴിയുമ്പോഴാണ് നല്ല ഒരു മുസ്ലിമിന്റെ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, لا تزول قدم عبد يوم القيامة حتى يسأل. ഒരു അടിമയുടെ കാൽപ്പാടുകൾ, അവന്റെ കാലടികൾ മുന്നോട്ട് വെക്കുകയില്ല ചില കാര്യങ്ങൾ അവനോട് ചോദിക്കാതെ. അൻ ഉംരിഹി ഫീമ അഫ്നാഹു, അവന്റെ ആയുസ്സിനെ കുറിച്ച് അവനോട് ചോദിക്കും. ഫീമ അഫ്നാഹു, എന്തിലാണ് അവൻ അത് നശിപ്പിച്ച് കളഞ്ഞത് എന്ന്. വഅൻ ഇൽമിഹി ഫീമ ഫഅല, അവന്റെ അറിവിനെ കുറിച്ച് അവനോട് ചോദിക്കും, എന്താണ് ആ അറിവ് കൊണ്ട് അവൻ പ്രവർത്തിച്ചത് എന്ന്. വഅൻ മാലിഹി മിൻ ഐന ഇക്തസബ വഫീമ അൻഫഖ,
അവൻ നേടിയ സമ്പത്തിനെ കുറിച്ച് ചോദിക്കും, എങ്ങനെയാണ് അത് സമ്പാദിച്ചത് എന്നും ഏതൊക്കെ മാർഗത്തിലാണ് അത് ചെലവഴിച്ചത് എന്നും. വഅൻ ജിസ്മിഹി ഫീമ അബ്ലാഹു, അവന്റെ ശരീരത്തെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച് അവനോട് ചോദിക്കും, അവൻ എങ്ങനെയാണ് അത് നശിപ്പിച്ചത്, എന്തിലാണ് അത് നശിപ്പിച്ചത് എന്ന്. ഈ 4 കാര്യങ്ങളെ കുറിച്ച് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടാതെ ഒരു മനുഷ്യൻ പോലും ആ വിചാരണ പൂർത്തിയാക്കുകയില്ല. ഒന്നാമത്തെ ചോദ്യം അവന്റെ ജീവിതത്തെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തെ കുറിച്ച് അള്ളാഹു പറയുന്ന 1-2 കാര്യങ്ങൾ. ഒന്ന്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ ഏറ്റവും നല്ല ഘടനയിലാണ്, രൂപഭംഗിയിലാണ് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. വേറെ മറ്റൊരിടത്ത് പറയുന്നത് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, അല്ലാഹു മനുഷ്യനെ നിശ്ചയമായും ക്ലേശകരമായ ഒരു രീതിയിലാണ് സൃഷ്ടിച്ച് സംവിധാനപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും നല്ല രീതിയിൽ സൃഷ്ടിക്കപ്പെട്ട അതേ മനുഷ്യന് തന്നെ എല്ലാ ക്ലേശങ്ങളെയും അതിജീവിക്കേണ്ടതുണ്ട്, തരണം ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെയാണ് നാം ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങളെന്നും ആ സമയത്ത് എങ്ങനെയൊക്കെയാണ് പ്രതികരിക്കേണ്ടത് എന്നും പറയുമ്പോഴും മനസ്സിലാക്കുമ്പോഴുമാണ് ആ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുന്നത്. ജീവിതത്തിൽ അനുഭവിക്കേണ്ട ക്ലേശങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട്, വല നബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരി സ്വാബിരീൻ. വല നബ്ലുവന്നകും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫി, നിങ്ങൾക്ക് പേടിയുണ്ടാക്കും. നിങ്ങളുടെ മനസ്സിൽ പേടി ഞാൻ ഉണ്ടാക്കും. ആ പേടി കൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കും. വെറുതെ നിങ്ങൾ ഭയപ്പെടേണ്ടി വരും, വല്ലാതെ ബേജാറാകേണ്ടി വരുന്ന ചില സമയങ്ങൾ നിങ്ങൾക്കുണ്ടാവും. അങ്ങനെ ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. വജൂഇൻ, വിശപ്പ് കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. നല്ല പട്ടിണി നിങ്ങൾക്കുണ്ടാവും. ഏത് ദിവസമാണ് ഭക്ഷണം കിട്ടുക എന്നുപോലും അറിയാത്ത രീതിയിൽ മരണത്തെ മുഖാമുഖം കാണുന്ന പട്ടിണി കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കും. വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി, ശരീരത്തിന് പറ്റുന്ന പരിക്കുകൾ കൊണ്ട്, ആരോഗ്യത്തിന്റെ കുറവുകൾ കൊണ്ട്, വിഭവങ്ങളുടെ കുറവുകൾ കൊണ്ട്, സമ്പത്തിന്റെ കുറവ് കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വബശ്ശിരി സ്വാബിരീൻ, ഈ പരീക്ഷണങ്ങളിലൊക്കെ ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. ഒന്നാമത്തെ കാര്യം, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി, ഭയം കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. നാളെ എന്ത് സംഭവിക്കുമെന്നറിയാത്ത ഒരു ഭയം, എന്റെ ആളുകൾ എന്ത് ചെയ്യുമെന്നറിയാത്തൊരു ഭയം. മൂസാ നബി അലൈഹി സ്വലാമിന് അതുപോലൊരു ഭയം ഉണ്ടായിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം ആ നാട്ടിലെ രാജാവിനെയും അദ്ദേഹത്തിന്റെ മുഴുവൻ അനുയായികളെയും വെല്ലുവിളിച്ചുകൊണ്ട്, എതിർത്തുകൊണ്ട്, അവരുടെ ദേഷ്യത്തിന് പാത്രമായിക്കൊണ്ടാണ് നാട് വിടുന്നത്. ആ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ എതിർക്കുന്നുണ്ട്. ഒക്കെ രാജാവിന്റെ ആളുകളാണ്. ആ എതിർപ്പുകളൊന്നും വകവെക്കാതെ അവരെ തിരിച്ചെതിർത്തുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം നാടുവിടുന്ന സമയത്ത് ആ നാട്ടിലെ ഭരണാധികാരിയായ ക്രൂരനായ ഫിർഔനും അവന്റെ അനുയായികളും പിറകെ തന്നെയുണ്ട്. അവസാനം കടലിന്റെ അടുത്ത് എത്തി നിൽക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവൻ പേടിച്ചു. നന്നായിട്ട് പേടിച്ചവർ. ഉറപ്പാണ് പിടിക്കപ്പെടും, പിടിച്ചു കഴിഞ്ഞാൽ നശിപ്പിക്കപ്പെടും. ഈ ഭൂമിയിൽ പിന്നെ ഒരു ജീവിതം, പിന്നെ ഒരു ദിവസം പോലും തങ്ങൾക്ക് നീട്ടി കിട്ടുകയില്ല എന്നുറപ്പാണ്. ആ സമയത്ത് എല്ലാ ആളുകളും നന്നായിട്ട് പേടിച്ചിരിക്കുമ്പോൾ ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ട് മാത്രം പേടിച്ച ആൾക്കാരാണ്. ഏതെങ്കിലും ഒരു വാക്ക് മാറ്റി പറഞ്ഞിരുന്നെങ്കിൽ പേടിയില്ലാതെ സമാധാനത്തോടെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കായിരുന്നു. പക്ഷെ നന്നായിട്ട് പേടിച്ച ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാം പറയുന്ന ഒരു വാക്ക്, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ രക്ഷിതാവ് എനിക്ക് നല്ലൊരു വഴി കാണിച്ചത്. ഇങ്ങനെ പേടിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു വിശ്വാസവും ബോധവും മനസ്സിൽ നിന്ന് വരണം. അങ്ങനെയുള്ള ആളുകൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. അടുത്തത് പറയുന്നത് വൽ ജൂഇ, വിശപ്പ് കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. നല്ല വിശപ്പുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 വർഷത്തോളമാണ് ശഅബ് അബീ ത്വാലിബിന്റെ മുകളിൽ കഴിഞ്ഞത്. അബൂ ത്വാലിബിന്റെ കുന്ന് എന്നാണ് ആ കുന്നിന്റെ പേര്. മക്കയിലെ ആളുകളുടെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ നാട് വിട്ടു പോവാണ്. തനിച്ചല്ല, കൂടെ കുറെ സ്വഹാബികളുണ്ട്. മക്കയിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായപ്പോ, ഭക്ഷണം പോലും തരാതെ അവർ ഉപരോധിച്ചപ്പോ കുന്ന് കയറിയിട്ടാ ജീവിക്കുന്നത്.
തിരിച്ചെന്ന് ഇറങ്ങും എന്നുള്ള പ്രതീക്ഷ പോലും അസ്തമിച്ചിരുന്നു. അതിന്റെ അടയാളമാണ്. എന്ന് ഭക്ഷണം കിട്ടുമെന്ന് പോലും അറിയാതിരുന്നതിന്റെ അടയാളമാണ് ആ കുന്നിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ചെടികളും കഴിക്കാൻ പറ്റുന്ന ഇലകളുമൊക്കെ ഭക്ഷിച്ചിട്ടായിരുന്നു അവർ ജീവിതം നിലനിർത്തിയിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അന്ന് ഞങ്ങൾക്ക് വിസർജിക്കുന്ന സമയത്ത് ആടുകളൊക്കെ വിസർജിക്കുന്നത് പോലെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന്. എന്നാണ് ഭക്ഷണം കിട്ടുന്നത് എന്ന് പോലും അറിയാത്ത ഒരവസ്ഥ. അത്തരം രീതിയിലുള്ള വിശപ്പ് കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെയാണ് അടുപ്പിച്ച് തുടർച്ചയായി 3 ദിവസം ഭക്ഷണം കഴിക്കാനില്ലാതിരുന്നത്. മരണം വരെ പ്രവാചകനായതിനു ശേഷം മരണം വരെ തുടർച്ചയായി 3 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഉണ്ടായിരുന്നില്ല എന്നതാണ്. അങ്ങനെയുള്ള വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും. എന്ത് കിട്ടും എന്നറിയാത്ത അന്തമില്ലാത്ത രീതിയിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയരാകേണ്ടി വരും. ശരി, അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പറയുന്നത് നഖ്സിമിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി. ആ ശരീരം നഷ്ടപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു, വിഭവങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടു. ഒന്നും തിരിച്ചെടുക്കേണ്ടായിരുന്നില്ലേ? ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിയും പണക്കാരനുമായിരുന്നു അയ്യൂബ് നബി അലൈഹി സ്വലാം. ഏറ്റവും വലിയ പണക്കാരൻ, ഏറ്റവും നല്ല കുടുംബം, ഒരുപാട് വിഭവങ്ങൾ. അദ്ദേഹത്തിന് രോഗം ബാധിച്ചു. ആരോഗ്യം നഷ്ടപ്പെടാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാനോ കിടന്നിടത്ത് നിന്ന് അനങ്ങാനോ കഴിയാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം വന്നു. തൊട്ടടുത്തുള്ള സാധനം എടുക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കുഷ്ഠരോഗം അദ്ദേഹത്തെ നയിച്ചു. അടുത്തുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ തന്റെ കയ്യിലെ മാംസം ആ വസ്തുവിൽ പറ്റുന്നു എന്നല്ലാതെ ആ വസ്തുവിനെ തന്റെ ശരീരം കൊണ്ട്, തന്റെ കൈ കൊണ്ട് എടുത്ത് തന്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കുവാനുള്ള സൗകര്യം പോലും അയ്യൂബ് നബി അലൈഹി സ്വലാം നഷ്ടപ്പെട്ടു. ആരോഗ്യം പരിപൂർണമായിട്ടും ഇല്ലാതായി. നോക്കാൻ കഴിയാതെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു. മക്കളും ഇണകളും ഒക്കെ അദ്ദേഹത്തെ വിട്ടേച്ചു പോയി. ഒന്നുമില്ലാതിരിക്കുമ്പോ, ഒരു പ്രതീക്ഷയും മുന്നിൽ കാണാതിരിക്കുമ്പോഴും അയ്യൂബ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നുണ്ട്, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീം. പടച്ചോനെ, നിന്റെ പ്രവാചകനാണ്. ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എനിക്ക് ബാധിച്ചിട്ടുണ്ട്. എന്നാലും നീ കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും അധികം കരുണ ചെയ്യുന്നവൻ തന്നെയാണ്. എന്റെ ഈ ബുദ്ധിമുട്ട് മാറ്റാൻ നിനക്ക് കഴിയും, നിന്നെ കൊണ്ടേ കഴിയും. അല്ലാഹു തആല മറുപടി കൊടുക്കുന്നത് ഇങ്ങനെയാണ്, ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ വആതൈനാഹു അഹ്ലഹു വമിസ്ലഹു മഅഹു റഹ്മതൻ മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ. അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയ്ക്ക് നാം ഉത്തരം നൽകി. രോഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് മുക്തി നൽകി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തെയും അതുപോലെയുള്ളത് വീണ്ടും അദ്ദേഹത്തിന് നൽകി, ഇരട്ടിയായി നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് ഞാൻ എന്റെ കാരുണ്യം കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യും. ഒറ്റ കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഇത്രമാത്രം പ്രയാസങ്ങൾ ഉണ്ടായപ്പോഴും, ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ടു ഉറപ്പായപ്പോഴും അള്ളാഹുവിലുള്ള വിശ്വാസം കൈവെടിഞ്ഞില്ല എന്നത് മാത്രം. വബശ്ശിരി സ്വാബിരീൻ. അങ്ങനെയുള്ള ആളുകൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണം. അവർക്ക് ഈ ഭൂമിയിലും പരലോകത്തും നേട്ടങ്ങൾ ഉണ്ടായേക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണി കിടന്നിട്ടുണ്ടെങ്കിൽ, 2 വർഷത്തോളം ശഅബ് അബീ ത്വാലിബിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ, ആ നാട്ടിലേക്ക് പിന്നീട് തിരിച്ചു വരുന്നത് ആ നാട്ടിലെ സർവ്വ അധികാരങ്ങളുമായിട്ടാണ്. മൂസാ നബി അലൈഹി സ്വലാമിനെ ആ നാട്ടിലെ ഭരണാധികാരി പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നീട് മൂസാ നബി അലൈഹി സ്വലാം ആവുന്നത് ഭരണാധികാരിയാണ്. അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ക്ഷമയോടെ കാത്തിരുന്നു. അവർക്ക് അള്ളാഹു തആല അതിനുള്ള പ്രതിഫലം നൽകുക തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മളും ചെയ്യേണ്ട കാര്യം അതാണ്. ഒരു കാര്യം കൂടെ നമ്മളോട് പറയാൻ പറഞ്ഞു. പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത്, അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹ്. പ്രയാസങ്ങളൊക്കെ ബാധിക്കും, ആ സമയത്ത് പറയണം ഇന്നാ ലില്ലാഹ്. ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാന പ്രകാരം നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. വഇന്നാ ഇലൈഹി റാജിഊൻ.
ഞങ്ങൾ അവനിലേക്ക് തന്നെ മടങ്ങും. ഇതൊന്നും എന്റെ കഴിവുപെട്ട കാര്യങ്ങളല്ല. ഞാൻ ഇത്ര സമ്പാദിച്ചത്, എനിക്ക് ഇത്ര ആരോഗ്യമുണ്ടായത്, എനിക്ക് ഇത്ര സൗകര്യങ്ങൾ ഉണ്ടായത്, ഇതൊന്നും ഞാൻ വന്ന സമയത്ത് കൊണ്ടുവന്നതല്ല. പിന്നെ പടച്ചവൻ നൽകിയതാണ്. ഇതൊക്കെ അവന്റെ വിധിക്കനുസരിച്ച് തന്നെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ജോലി നഷ്ടപ്പെടുമ്പോ അങ്ങനെയുള്ള വിചാരങ്ങൾ ഉണ്ടാവണം. സൗകര്യങ്ങൾ നഷ്ടപ്പെടുമ്പോ അങ്ങനെയുള്ള വിചാരങ്ങൾ ഉണ്ടാവണം. കാരണം അള്ളാഹു കുറച്ച് കാലത്തിന് നമുക്ക് നൽകിയതാണ്. അത് കുറച്ചു കഴിഞ്ഞ് അള്ളാഹു തിരിച്ചെടുക്കും. പക്ഷേ ഇത് അള്ളാഹു നൽകിയതാണ് എന്നും നമ്മൾ അള്ളാഹുവിലേക്കാണ് എന്നുള്ളതുമായ ബോധമുണ്ടാകുന്ന സമയത്ത് പിന്നെ നമുക്കവിടെ പ്രശ്നങ്ങളില്ല, പരീക്ഷണങ്ങളില്ല. കാരണം പകരം നൽകുവാൻ അള്ളാഹുവിന് കഴിയും. ക്ഷമിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ചോദ്യം ചെയ്യൽ അതായിരിക്കും. കഷ്ടപ്പാടുകളും പരീക്ഷണങ്ങളും ഒക്കെ വന്ന സമയത്ത് എന്ത് ചെയ്തു എന്നും എങ്ങനെ പ്രതികരിച്ചു എന്നും അല്ലാഹു തആല നാളെ ചോദ്യം ചെയ്യും. അപ്പോൾ കൃത്യമായിട്ടുള്ള ഉത്തരം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. പടച്ചോനെ, ക്ഷമിച്ചിട്ടുണ്ട്, നിന്റെ അടുത്തുള്ള വിധിയാണെന്ന് കരുതി സമാധാനിച്ചിട്ടുണ്ട്, അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ചോദ്യത്തിന് നല്ല ഉത്തരം പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കും. രണ്ടാമത്തെ കാര്യം പറയുന്നത് അറിവിനെ കുറിച്ചാണ്. അറിവ് കുറെ നേടിയിട്ടുണ്ട്. ആ അറിവ് കൊണ്ട് എന്താണ് പ്രവർത്തിച്ചത് എന്ന് അല്ലാഹു തആല ചോദിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ത്വലബുൽ ഇൽമു ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. അറിവ് അന്വേഷിക്കുക എന്നതും അറിവ് നേടുക എന്നതും ഓരോ മുസ്ലിമിന്റെ മേലിലും നിർബന്ധമായ കാര്യമാണ്. മതപരമായ അറിവ് നേടണം, ഭൗതികപരമായ അറിവ് നേടണം. ഇത് രണ്ടും നേടുന്നത് ഒരു മുസ്ലിമിന്റെ മേൽ ബാധ്യതയുള്ള കാര്യമാണ്. എന്ന് മാത്രമല്ല, നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വരുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് നാം നേടിയെടുത്ത അറിവുകളുമാണ്. ഉപകാരപ്പെട്ട ചില അറിവുകളുണ്ട്. അതും പരലോകത്ത് നാളെ നമുക്ക് വേണ്ടി സാക്ഷി പറയും. ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിവ് കൊണ്ട് എന്താണ് പ്രവർത്തിച്ചത് എന്നാണ്. എന്താണ് പ്രവർത്തിച്ചത് എന്നും എന്താണ് പ്രവർത്തിക്കാതെ വിട്ടത് എന്നും അല്ലാഹു തആല കൃത്യമായിട്ട് ചോദിക്കും. നമുക്ക് കുറെ അറിവുകളുണ്ട്. ഖുർആൻ പഠിക്കണമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അത് പഠിക്കുന്നില്ലെങ്കിൽ ആ അറിവ് കൊണ്ട് എന്താണ് കാര്യം? നമസ്കരിക്കണമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. നമസ്കരിക്കുന്നില്ലെങ്കിൽ ആ അറിവ് കൊണ്ട് എന്ത് കാര്യം? നമസ്കാരത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥനകളുടെയും സൂറത്തുകളുടെയും വചനങ്ങളുടെയും അർത്ഥം അറിയണമെന്ന് നമുക്കറിയാം. എന്നിട്ടും അത് പഠിച്ചിട്ടില്ലെങ്കിൽ ആ അറിവ് കൊണ്ട് എന്ത് കാര്യം? നമസ്കാരത്തിൽ പരിപൂർണമായിട്ടും ഭക്തി വേണമെന്ന് നമുക്കറിയാം. എന്നിട്ടും ഭക്തി നേടിയിട്ടില്ലെങ്കിൽ ആ അറിവ് കൊണ്ട് എന്ത് കാര്യം? ഒരാളോട് മോശമായിട്ട് ഒരു വാക്ക് പോലും ഉപയോഗിക്കരുത്, പറയരുത് നമുക്കറിയാം. പക്ഷെ വീണ്ടും നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ആ അറിവ് കൊണ്ട് എന്ത് കാര്യം? മോശമായ കുറെ കാര്യങ്ങൾ ചെയ്യരുതെന്ന് നമുക്കറിയാം. വീണ്ടും നമ്മളത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ അറിവ് കൊണ്ട് എന്ത് കാര്യം? അറിവ് നേടുക എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ്. നോമ്പിന്റെ പകലുകളിൽ വേണ്ടാത്തതൊന്നും പറയരുത് എന്നും അള്ളാഹുവിനെ നന്നായിട്ട് ഓർക്കണമെന്നും നമുക്കറിയാം. വേണ്ടാത്തത് പറയുകയും അള്ളാഹുവിനെ ഓർക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ നോമ്പ് കൊണ്ടും ആ അറിവ് കൊണ്ടും എന്ത് കാര്യം? ആളുകളെ കുറ്റപ്പെടുത്തി സംസാരിക്കരുതെന്ന് നമുക്കറിയാം. വീണ്ടും നമ്മൾ കുറ്റപ്പെടുത്തുകയും അവരുടെ നെഗറ്റീവുകൾ മാത്രം കാണുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ അറിവ് കൊണ്ട് എന്ത് കാര്യം? നമ്മുടെ അറിവ് എന്തിനാണ് ഉപയോഗിച്ചത് എന്നും ആ അറിവ് കൊണ്ട് എന്താണ് പ്രവർത്തിച്ചത് എന്നും പടച്ചോൻ ചോദിക്കും. ഇതൊക്കെ അറിയാമായിരുന്നിട്ടും പടച്ചോനെ ഇങ്ങനെയൊന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ എന്നാണ് മറുപടി എങ്കിൽ ആ ചോദ്യത്തിന്റെ മുന്നിൽ നാം തോറ്റുപോകും. പടച്ചോൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് എനിക്കറിയാം, പക്ഷെ എന്നിട്ടും ഞാൻ ചെയ്തു പോയല്ലോ എന്നാണ് മറുപടിയെങ്കിൽ അപ്പോഴും ആ ചോദ്യത്തിന്റെ മുന്നിൽ നാം പരാജയപ്പെട്ടു പോകും. ഇവിടെ ഉണ്ടാക്കിയത് എന്തൊക്കെയാണോ അത് മുഴുവൻ ഒരുപക്ഷെ നമ്മുടെ നാശത്തിലേക്ക് എത്തിക്കും. മൂന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ സമ്പത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് സമ്പാദിച്ചത് എന്നും എന്തിലൊക്കെയാണ് ചെലവഴിച്ചത് എന്നും അല്ലാഹു തആല കൃത്യമായിട്ട് ചോദിക്കും. നമ്മൾ എങ്ങനെയാണ് പണം സമ്പാദിച്ചിട്ടുള്ളത് എന്ന്. നമ്മൾക്ക് ജോലി ചെയ്യുന്ന ആൾക്കാർ പണത്തിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്, സംശയമൊന്നുമില്ല. പക്ഷേ മാസാവസാനം ശമ്പളം കിട്ടുന്ന സമയത്ത്
നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചോദ്യം, ഇത്രയും പണം തരുന്നതിന് ഈ കമ്പനിക്ക് വേണ്ടി ഇതിനു മാത്രമൊക്കെ ജോലി ഞാൻ ചെയ്തിട്ടുണ്ടോ എന്നതാണ്. ശമ്പളം കുറയുന്ന കണക്കൊക്കെ നമ്മൾ പറയും, പക്ഷെ നൽകുന്ന ശമ്പളത്തിന് അനുസരിച്ചുള്ള കൃത്യമായ ജോലി നാം ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നേരം വൈകി പോകുന്നതും നേരത്തെ വരുന്നതും മാത്രമല്ല, ജോലിയുടെ സമയങ്ങളിൽ വെറുതെ ഇരിക്കുന്നതും അവരുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതും നമ്മുടെ ജോലിയോടുള്ള ആത്മാർത്ഥതയുടെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നതിനുള്ള ശമ്പളമാണ് തരുന്നതെങ്കിൽ, ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ടില്ലെങ്കിൽ ആ ശമ്പളം സ്വീകരിക്കുവാൻ നമുക്ക് എന്താണ് അർഹത എന്നും നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആളുകളെ പറഞ്ഞ് പറ്റിച്ചിട്ടാണ് പണം നേടുന്നതെങ്കിൽ ഒരു സംശയവുമില്ല, ഹറാമാണ്. പല ആളുകളും പറയുന്നത് കേൾക്കാം, എന്റെ കമ്പനിയിൽ ചേർന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ഫേമിൽ ചേർന്ന് കഴിഞ്ഞാൽ മാസാമാസം ഇത്ര അടച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആദ്യം തന്നെ ഈ ഒരു തുക നിക്ഷേപിച്ചു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇത്ര രൂപ ടേൺ ഓവർ ഉണ്ടാവും. ഒരു റിസ്ക് അറിയണ്ട, ഒന്നും അറിയണ്ട. ഇത്ര രൂപയുടെയും ഇടയിലുള്ള കൃത്യമായിട്ട് ടേൺ ഓവർ കമ്പനി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കും. അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, അതിനനുസരിച്ച് നീ നിക്ഷേപിച്ചോ, ഇത്ര പൈസ ഓരോ വർഷവും നിനക്ക് ഞാൻ നൽകാം, ഇതിന്റെയും ഇടയിലുള്ള പണം നിനക്ക് വരുമാനമായിട്ട് ഞാൻ നൽകും. അവസാനം ടേൺ ഓവർ വരുന്ന സമയത്ത് നിരത്തി വെക്കാൻ കുറെ കാരണങ്ങളുണ്ടാവും. ഗൾഫ് തകർന്നു, ഓഹരി വിപണി ഇടിഞ്ഞു, രൂപയുടെ മൂല്യം കുറഞ്ഞു, അതുകൊണ്ട് ഇപ്രാവശ്യം ലാഭം കുറച്ച് കുറവുണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, പറഞ്ഞത്രൊന്നും തരാൻ കഴിയൂല. ലാഭം കിട്ടിയിട്ടും അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ, പറഞ്ഞ് പറ്റിച്ച് ഒരാളെ വീഴ്ത്തിയിട്ട് അയാൾക്ക് കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ലെങ്കിൽ, ഒരു റിയാലാണെങ്കിൽ പോലും ആ ഹറാമിന്റെ പേരിൽ പടച്ചോന്റെ മുന്നിലുള്ള ചോദ്യത്തിന് നമ്മൾ മറുപടി കിട്ടാതെ കുടുങ്ങും. ഒരു സംശയമല്ലേ? അള്ളാഹു അനുവദിക്കാത്ത ഹറാമാക്കിയ സാധനങ്ങൾ കച്ചവടം ചെയ്തിട്ടാണ് നാം പണം ഉണ്ടാക്കുന്നതെങ്കിൽ, ഹറാമാക്കിയ സാധനത്തിന്റെ കച്ചവടത്തിലൂടെ പണം ഉണ്ടാക്കുന്നതെങ്കിൽ, ആ പണം ഉണ്ടാക്കിയതിനും അതുകൊണ്ട് കഴിച്ചതിനും അതുകൊണ്ട് ഉടുത്തതിനും അള്ളാഹുവിന്റെ മുന്നിൽ നാളെ കണക്ക് പറയേണ്ടി വരും. നാം നമ്മുടെ വസ്തു വിൽക്കുകയാണ്, നമ്മുടെ കാറാവട്ടെ, മൊബൈലാവട്ടെ, കമ്പ്യൂട്ടർ ആവട്ടെ, ലാപ്പ് ആവട്ടെ, എന്തു ആവട്ടെ, അതിന്റെ ഡാമേജ് മറച്ചു വെച്ചിട്ടാണ് വിൽക്കുന്നതെങ്കിൽ, ഒരു ലാപ്ടോപ്പ് വിൽക്കാം, ബാറ്ററി ബാക്കപ്പ് കുറവാണ്, പക്ഷെ അത് മറച്ചു വെച്ചിട്ടാണ് വിൽക്കുന്നതെങ്കിൽ, അങ്ങനെ നേടിയ പണം ഹറാമിന്റെ പണമാണ്. നമ്മുടെ വാഹനം നമ്മൾ വിൽക്കുകയാണ്, ഒരുപാട് കംപ്ലൈന്റുകളുള്ള വാഹനമാണ്, ആ കംപ്ലൈന്റുകളൊന്നും പറയാതെയാണ് കൊടുക്കുന്നതെങ്കിൽ ആ വണ്ടി വിറ്റ് വാങ്ങുന്ന പണം ഹറാമാണ്. ഓയിൽ ലീക്കുള്ള വണ്ടിയാണ്, നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് ഒരു കുഴപ്പമില്ലാതെ നന്നായിട്ട് കുളിപ്പിച്ചു കൊടുക്കുകയാണ്, കാര്യങ്ങളൊന്നും പറയുന്നില്ല, നമ്മൾ ആ വണ്ടി വിറ്റ് വാങ്ങുന്ന പണം ഹറാമാണ്. നമ്മുടെ മൊബൈൽ കൊടുക്കണം, മൊബൈലിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് അത് ഹാങ് ആവും, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആയി പോകും, അല്ലെങ്കിൽ റേഞ്ച് പോയി പോകും. ഈ കംപ്ലൈന്റ് ഒന്നും പറയാതെ നല്ലൊരു സാധനമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, ആ മൊബൈൽ വിറ്റിട്ട് നമ്മൾ വാങ്ങിയ പണം അത് ഹറാമാണ്. അതുകൊണ്ട് ഉടുക്കുന്നതും കഴിക്കുന്നതും എല്ലാം ഹറാമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറയുന്ന ഒരു കഥ, ഒരു പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട്. ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. ثم ذكر الرجل يطيل السفر أشغث أغبر. യാത്ര ചെയ്ത് അയാളുടെ താടിയും മുടിയൊക്കെ ജട പിടിച്ചിട്ടുണ്ട്. അയാൾ ആകാശത്തിലേക്ക് കയ്യുയർത്തി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, എന്റെ രക്ഷിതാവേ, എനിക്ക് വേണ്ടതൊക്കെ നൽകേണ്ടതിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വമത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം വഗുദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബു ലിദാലിക. അവൻ കഴിച്ചത് ഹറാമാണ്, കുടിച്ചത് ഹറാമാണ്, ഉടുത്തിട്ടുള്ളത് ഹറാമാണ്, ഹറാമിൽ മുഴുകിയ ഒരു മനുഷ്യനാണ് അവൻ. പിന്നെ എങ്ങനെയാണ് അവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുക എന്ന്? നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ പലപ്പോഴും ഉത്തരം ലഭിക്കുന്നില്ലെങ്കിൽ, നിർബന്ധമായിട്ടും ലഭിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്ന ചില ഉത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക,
നമ്മുടെ സമ്പത്തിൽ ഹറാമ് കലർന്നിട്ടുണ്ടോ എന്ന്, നമ്മുടെ കമ്പനിയെ പറ്റിച്ച പണം നമ്മുടെ പോക്കറ്റിലുണ്ടോ എന്ന്, നമ്മുടെ കൂടെയുള്ള ആളുകളെ വഞ്ചിച്ച പണം നാം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന്, ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങിയിട്ടുണ്ടോ എന്ന്. ഹറാമിന്റെ പണം കയ്യിലുണ്ടാവും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഈത്തപ്പഴം ഒരാളെ വിൽക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഈത്തപ്പഴം വെച്ചിരുന്ന ആ പാത്രത്തിന്റെ ഉള്ളിലേക്ക് കൈയിട്ടപ്പോ കിട്ടിയത് കുറച്ച് പഴുത്ത് ചീഞ്ഞളിഞ്ഞ ഈത്തപ്പഴമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഇങ്ങനെ? അയാൾ പറഞ്ഞു, മുകളിൽ നല്ലത് വെക്കുന്ന സമയത്ത് ഇതുകൂടെ എനിക്ക് വിൽക്കാനോ? തിരുമേനി ചോദിക്കുക, അത് കേടുവന്നതല്ലേ? അത് കേടുവന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിനക്കത് മുകളിൽ വെച്ച് കച്ചവടം ചെയ്താൽ പോലെ, എന്തിനാണ് ആളുകളെ പറ്റിക്കുന്നത് എന്ന് ഖുർആൻ അതിലേക്ക് ഒരു വചനം ചേർത്ത് വെച്ചു. അലാ യദുന്നു ഉലൈക അന്നഹും മുഖ്റജൂൻ. നാളെ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ഒരു വിചാരവും അവർക്കില്ലേ? മരിച്ചതിന് ശേഷം തിരിച്ച് ജീവിപ്പിക്കുന്നുള്ള ഒരു വിചാരമല്ല. ലിയോമിൻ അലീം, ഒരു മഹത്തായ ദിവസത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ തിരിച്ചു പടച്ചോൻ കൊണ്ടുവരുമെന്നുള്ള വിചാരം നിങ്ങൾക്ക് ഇല്ലാതെ പോയോ എന്ന്. സമ്പാദിക്കുമ്പോൾ ഓർക്കേണ്ട വിഷയമാണ്. സമ്പാദിക്കുമ്പോൾ നമുക്ക് പറയാനുള്ള മറുപടി ഒന്ന് തന്നെയാണ് എപ്പോഴും. ജീവിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യേണ്ടി വരും, ജീവിക്കണ്ടേ? ആ ജീവിക്കേണ്ടത് പറയുന്ന അതേ നാവ് കൊണ്ട് തിരിച്ചു പറയേണ്ടത്, ആ മനസ്സുകൊണ്ട് തിരിച്ചോർക്കേണ്ടത് മരിക്കേണ്ടേ എന്നുകൂടിയാണ്. ജീവിച്ചാൽ മാത്രം പോലും. ജീവിക്കാൻ വേണ്ടി സമ്പാദിക്കുകയാണെങ്കിൽ 10-60 വർഷം കഴിഞ്ഞാൽ മരിക്കും വേണ്ട നമുക്ക്. അത് കഴിഞ്ഞ് പിന്നെയും ജീവിക്കേണ്ടെന്ന് കൂടി നമ്മൾ ആലോചിച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ സമ്പാദ്യങ്ങളിലെ ഹറാമൊക്കെ ഇല്ലാതാവും. ഹറാമായ സമ്പാദ്യമുണ്ടോ? അതുകൊണ്ടാണ് പടച്ചോടത്തേക്ക് പോകുന്നത്. ആ ചോദ്യത്തിന്റെ മുന്നിൽ മുട്ട് വിറക്കും എന്ന് മാത്രമല്ല നമ്മൾ പറയേണ്ടി വരും, മാ അഗ്ന അന്നി മാലിയ, എന്റെ പണം എനിക്ക് ഒരു ഉപകാരം പറ്റില്ലല്ലോ, ഒരു ഉപകാരം എന്റെ പണം കൊണ്ട് ഉണ്ടായില്ലല്ലോ. ആ പണം നമ്മൾ നശിപ്പിക്കും. മോശമായ മാർഗത്തിലൂടെയാണ് നേടിയിട്ടുള്ളതെങ്കിൽ, നമ്മുടെ സമ്പാദത്തിന് വേണ്ടി എന്തും ചെയ്യാനാണ് തീരുമാനമെങ്കിൽ, എന്തും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് മറുപടി പറയാതെ അതിനുള്ള ശിക്ഷ അനുഭവിക്കാതെ അവിടുന്ന് കഴിഞ്ഞു പോകുന്നത്. അതോടൊപ്പം തന്നെ ചേർത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, എങ്ങനെയൊക്കെയാണ് നേടിയ പണം ചെലവഴിച്ചത്. നമ്മുടെ മരണസമയത്ത് കുറ്റബോധമുണ്ടാവുന്ന ഒരേ ഒരു കാര്യമാണ്. റൂഹ് പിടിക്കാൻ വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്ന കുറ്റബോധം ഒറ്റ കാര്യത്തെ കുറിച്ചാണ്. നമസ്കരിക്കാത്തതിനെ കുറിച്ചല്ല, നോമ്പെടുക്കാത്തതിനെ കുറിച്ചല്ല, കുടുംബ ബന്ധങ്ങൾ ചേർക്കാത്തതിനെ കുറിച്ചല്ല, ഒന്നുമല്ല. നമ്മുടെ മനസ്സിൽ കുറ്റബോധം ഉണ്ടാകുന്ന ഒരൊറ്റ കാര്യം, وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول ربي لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. റൂഹ് പിടിക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു വിചാരം, പടച്ചോനെ കുറച്ചുകൂടെ സമയം എനിക്ക് നീട്ടി തന്നിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യിലുള്ള പണം ഉണ്ടല്ലോ അത് മുഴുവൻ ഞാൻ കൊടുത്തോളാം. അങ്ങനെ ഞാൻ നല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടോളാം. മരിക്കുന്ന സമയത്തുള്ള നമ്മുടെ വിചാരം, എന്തിനാണോ ജീവിച്ചത്, എന്തിനാണോ കഷ്ടപ്പെട്ടത്, എന്തിനാണോ ജീവിതം മുഴുവൻ തുലച്ചു കളഞ്ഞത്, അത് മുഴുവൻ പടച്ചോനെ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് എനിക്ക് നീട്ടി തന്നു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഞാൻ കൊടുത്തോളാം, എനിക്ക് വേണ്ട. മനുഷ്യന്റെ പേടി അതിനെ കുറിച്ചാണ്. ഉണ്ടാക്കി വെച്ച പണത്തിനെ കുറിച്ചാണ് മരിക്കുന്ന സമയത്ത് മനുഷ്യൻ പേടിക്കുക. ഒഴിവാക്കി കളഞ്ഞ ആരാധനകളെ കുറിച്ചാണ്. കാരണം ആ സമയത്ത് നമുക്ക് നല്ല ബോധ്യം വരും, ഇതിനെ കുറിച്ച് മറുപടി പറയാതെ പടച്ചോന്റെ മുന്നിൽ രക്ഷപ്പെടാൻ കഴിയൂല എന്ന്. അപ്പൊ നമ്മൾ പറയും, പടച്ചോനെ ഒരു മിനിറ്റെങ്കിലും നോക്കിക്കൊള്ളു, ഒരു മിനിറ്റ് മതി, ഇത് മുഴുവൻ ഞാൻ ദാനം ചെയ്തോളാം. ചേർത്ത് പറയുന്ന വാക്കാണ് കാര്യം. അങ്ങനെ ഞാൻ നല്ല ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുകൊള്ളാം. പണം ചെലവാക്കിയിട്ട് എടുത്തു വെക്കാൻ അത് മുഴുവൻ കൊടുത്തിട്ട് അങ്ങനെ എനിക്ക് നല്ല ആളാവാൻ കഴിയുള്ളൂ എന്ന്. അതിന്റെ മറ്റൊരർത്ഥം, ആ പണം അങ്ങനെയൊക്കെ നേടിയെടുക്കാൻ അയാളുടെ ജീവിതത്തിലെ കുറെ നന്മകൾ കളഞ്ഞു കുടിച്ചിട്ടുണ്ട്. അത് മുഴുവൻ കൊടുത്തിട്ടെങ്കിലും ശരി, ആ നന്മകളൊക്കെ എനിക്ക് തിരിച്ചു പിടിക്കണം. അത് മുഴുവൻ ഞാൻ കൊടുത്തോളാം, എനിക്ക് നന്നാവണമെന്നാണ് മരണസമയത്ത് മനുഷ്യനുണ്ടാകുന്ന ഏക വിചാരം.
നേടിയ സമ്പത്തിന്റെ പേരിലാണ് കുറ്റബോധം ഉണ്ടാകും. അത് കൊടുക്കാത്തതിന്റെ പേരിൽ. അത് കൊടുക്കണമെന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതോടൊപ്പം ചേർത്ത് വെക്കുന്ന മറ്റൊരു കാര്യം, പിശുക്കും ഈമാനും ഒരു മനുഷ്യനിൽ ഒരുമിച്ച് ചേരുകയില്ല എന്നതുകൂടിയാണ്. മുഅ്മിനായ ഒരു മനുഷ്യൻ പിശുക്കനാവില്ല, പിശുക്കുള്ള ഒരു മനുഷ്യൻ മുഅ്മിനുമാവില്ല. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേരും. ഒരു മുഅ്മിനായ മനുഷ്യൻ ആവശ്യത്തിന് ചെലവാക്കുന്ന ആളായിരിക്കും. ഇപ്പൊ 50 റിയാൽ ഒരാൾ വേണമെന്ന് പറയും, ഒരാൾ കഷ്ടപ്പെടുന്നുണ്ട്, അയാളെ സഹായിക്കുന്നത് 50 റിയാൽ വേണം. പിശുക്കനായ മനുഷ്യൻ കണക്ക് കൂട്ടും, ഈ ഒരു മാസം 1500 റിയാലെങ്കിലും ശമ്പളത്തിന്റെ കൂടെ ഒന്ന് ഉണ്ടാക്കണം എന്റെ ആഗ്രഹമായിരുന്നു. സേവ് ചെയ്യണമെന്ന് എന്റെ ആഗ്രഹം 1500 റിയാലെങ്കിലും സേവ് ചെയ്യണം. അതിന്നിപ്പോ 50 റിയാൽ പോയി കഴിഞ്ഞാൽ അതെനിക്ക് വലിയ നഷ്ടമാകും. 1-2 റിയാൽ കൊടുക്കാം, അല്ലെങ്കിൽ 10 റിയാൽ കൊടുക്കാം. അത് പിശുക്കാണ്. അങ്ങനെയുള്ള ചിന്ത ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ കാര്യത്തിന് ചെലവഴിക്കുന്നു, ബാക്കിയുള്ള ആളുകളുടെ കാര്യത്തിന് കൊടുക്കാതിരിക്കുന്നു, പിശുക്കാണ്. അത് ഉണ്ടാവാൻ പാടില്ല. നമുക്ക് എന്താണോ കഴിയുന്നത് അത് കൊടുക്കണം. അങ്ങനെ കഴിയുന്നത് കൊടുക്കാത്ത ആളുകളാണ് മരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയാ, പടച്ചോനെ സമയം നീട്ടിത്തരണം, ഞാനത് കൊടുത്തോളാ എന്ന്. അത്രയും കാലം കൊടുക്കൂല, ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, നന്നായിട്ടുണ്ടാവും. പക്ഷെ കണക്ക് കൂട്ടും. ഈ വർഷം 20,000 റിയാലെങ്കിലും ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ അടുത്ത വർഷത്തെ ഇന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ ഞാൻ ചെയ്യാം, അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം അങ്ങോട്ടില്ല. അയാളുടെ ടാർഗറ്റ് അയാൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അയാൾ വീണ്ടും അടുത്ത ടാർഗറ്റ് വെക്കും. 20,000 മുതൽ 25,000 ആക്കാം. ആ ടാർഗറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. ഒരു 50 റിയാലോ 100 റിയാലോ അയാളുടെ കയ്യിൽ നിന്ന് മനസ്സറിഞ്ഞു പോകൂല. അങ്ങനെ കൊടുക്കാത്ത ആളുകൾ നാളെ മരണം വരുമ്പോ പറയും, പടച്ചവനെ കുറച്ച് സമയം നീട്ടിക്കൊണ്ടാ ഞാനത് കൊടുത്തോളാ എന്ന്. പക്ഷെ പടച്ചവൻ പറയുന്ന മറുപടി ഇങ്ങനെ, അവധത്യം ഒരു തുള്ളി പോലും അല്പം പോലും നീട്ടിത്തരില്ല. നിങ്ങൾ പോകേണ്ടി വരും. അതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിശുക്കരുതെന്ന് പറഞ്ഞ അതോടൊപ്പം തന്നെ പറയുന്നത് എങ്ങനെയാണ്, വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്തി ഫതഖുദ മലൂമൻ മഹ്സൂറ. അതും പറയുന്നത് എങ്ങനെയാണ്, വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക, നിന്റെ കൈകൾ നിന്റെ പിരടിയിലേക്ക് നീ വെക്കരുത്. ആൾക്കാരെന്തിനും ചോദിക്കുന്ന സമയത്ത് കൈ പിറകിലേക്ക് വെച്ചിട്ട് ഒന്നും ഇല്ല നീ പറയാൻ പാടില്ലേ. അതോടൊപ്പം തന്നെ വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്തി, തോന്നിയതുപോലെ ചെലവഴിക്കാനും പാടില്ല, ദൂർത്തുണ്ടാവാൻ പാടില്ല. അങ്ങനെ ദൂർത്തുണ്ടായി കഴിഞ്ഞാൽ മലൂമൻ മഹ്സൂറ, ആളുകൾ മുഴുവൻ നിന്നെ കുറ്റപ്പെടുത്തും, അവസാനം നിന്നെ കളിയാക്കും ചെയ്യും. ദൂർത്തുണ്ടാവാൻ പാടില്ല. ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ പറ്റും, ശമ്പളം കിട്ടുന്നു, അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാവും, പക്ഷെ ലാവിഷായിരിക്കും ജീവിതം. പലപ്പോഴും തോന്നുന്ന ഭക്ഷണമെല്ലാം പുറത്തുനിന്ന്, തോന്നുന്ന ബ്രാൻഡിലുള്ള വസ്തുക്കൾ എന്തൊക്കെയാണോ വേണ്ടത് അത് മുഴുവൻ പണം പൊട്ടിച്ച് കളഞ്ഞ് ചെലവഴിക്കുന്ന ആളുകൾ. കൂട്ടുകാരെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് പാർട്ടി കൊടുക്കും, നമുക്ക് ഇവിടെ ഒന്ന് ആഘോഷിക്കല്ലേ, അവിടെയൊന്നും പോവല്ലേ ഇവിടെയൊന്നും പോവല്ലേ, എല്ലാത്തിനും ആളുകൾ കൂടി കൊടുക്കും ചെയ്യും. അവസാനം ഈ പണത്തിന്റെ കാര്യത്തിൽ, നാം ചെയ്യുന്ന ജോലിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഗ്യാരണ്ടി ഒന്നുമില്ല. ഒരു ദിവസം ജോലി നഷ്ടപ്പെട്ട് പണം വരാനുള്ള അവസരങ്ങൾ കുറയുന്ന സമയത്ത് കൂട്ടുകാരോടൊക്കെ പറയും, കുറച്ച് ടൈറ്റിലാണ്, ഒന്ന് സഹായിക്കണം. ആദ്യത്തെ 1-2 തവണ കൂട്ടുകാരൊപ്പം പോയി കൊടുക്കും, കൂടെയുള്ള ബില്ലൊക്കെ കൊടുക്കും, കുറച്ചെന്തിനൊക്കെ സഹായിക്കും ചെയ്യും. പിന്നീട് കൂട്ടുകാർ പറയുന്ന വർത്താനം എങ്ങനെയായിരിക്കും, നന്നായിട്ടുണ്ടായ സമയത്ത് ലക്കും ലഗാനും അത് ചെലവഴിച്ചുകൊണ്ടാണ് ഇന്ന് ഈ അവസ്ഥ വന്നത്. ഒന്ന് കരുതിയിരുന്നെങ്കിൽ ഇപ്പോഴും കുഴപ്പമില്ലാതെ ജീവിക്കായിരുന്നു. അതിനു മാത്രം ശമ്പളം അയാൾക്കുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് തവണ പറഞ്ഞു അങ്ങനെയൊന്നും ചെലവഴിക്കല്ലേ എന്ന്, കേട്ടിട്ടില്ല. ഇപ്പൊ അനുഭവിക്കുന്നത് കണ്ടോ? അതാണ് മലൂമൻ മഹ്സൂറ. ആളുകൾ നമ്മളങ്ങനെ ആക്ഷേപിക്കും. ഒരുപാട് ചെലവഴിക്കുന്ന ആൾക്കാർക്ക് വരുന്നതാണ്. അങ്ങനെ ചെലവഴിക്കാൻ പാടില്ല. 2 ലക്ഷത്തിന്റെ വണ്ടിയാണ് ഒരാൾക്ക് എടുക്കാൻ കപ്പാസിറ്റി ഉള്ളതെങ്കിൽ അത്ര എടുക്കാൻ പാടുള്ളൂ. 2 ലക്ഷത്തിന് വണ്ടി എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആള് 5 ലക്ഷത്തിന് വണ്ടി എടുക്കാൻ പാടില്ല. അത് ദൂർത്താണ്. അതയാൾ പണം അനാവശ്യമായിട്ട് ചെലവഴിക്കുകയാണ്. 50,000 രൂപയുടെ ബൈക്ക് എടുക്കാൻ ഒരാൾക്ക് കഴിയുള്ളൂ, അയാൾ പോയിട്ട് ബുള്ളറ്റ് എടുക്കാൻ പാടില്ലേ? കണക്ക് കൂട്ടുകൾ കുറെ ഉണ്ടാവും. ആ കണക്ക് കൂട്ടുകളൊക്കെ പിഴക്കൊരു പക്ഷേ. അതാ പടച്ചോൻ പറയുന്നത്, ഇന്നൽ മുബദ്ദിരീനകാനു ഇഖ്വാനശ് ശയാത്തീൻ വകാന ശൈത്വാനു റബ്ബിഹി കഫൂറ. അങ്ങനെ പണം ഓവറായിട്ട് ചെലവഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് പിശാചിന്റെ സഹോദരന്മാരാണ്.
പിശാചിന്റെ അനിയന്മാരാണ് അവര്. പിശാചിന്റെ അനിയനായിട്ട് കണക്കൂട്ടാൻ പറ്റുള്ളൂ അമിതമായിട്ട് പണം ചെലവഴിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് ചെലവഴിക്കാൻ പാടില്ല. പടച്ചോനോട് ഇങ്ങനെയുള്ള ആളുകൾ നന്ദി കെട്ട ആളുകളാണ് എന്ന് അമിതമായിട്ട് പണം ചെലവഴിക്കുന്ന ആൾക്കാരെ കുറിച്ച് അള്ളാഹു തആല പറയും. നമ്മുടെ പണം എവിടെ നിന്ന് സമ്പാദിച്ചു എന്നും ഏതിലൊക്കെയാണ് ചെലവഴിച്ചത് എന്നും അള്ളാഹു തആല ചോദിക്കും. അതിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ എത്രമാത്രം ചെലവഴിച്ചിട്ടുണ്ടെന്നുള്ള ഒരു കണക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് വേണ്ടി 1000 റിയാൽ ചെലവഴിക്കുമ്പോൾ ഒരു 100 രൂപയെങ്കിലും അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. അതല്ല 1000 റിയാല് നമുക്ക് വേറെ 2000 റിയാലോട് കടം വാങ്ങിയിട്ട് അതും നമുക്ക് പടച്ചവൻ ചോദിക്കുന്ന സമയത്ത് നല്ല ടൈറ്റിലാണ്. വീട് പഠിപ്പ് കഴിഞ്ഞിട്ടുള്ളൂ, വാഹനം വാങ്ങിയതിന്റെ അടവ് കൊടുക്കാനുണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു മുറക്ക് നടക്കും. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ളതൊന്നും ഒരു നിലക്കും നടക്കില്ല. അങ്ങനെയാണെങ്കിൽ നാം നേടിയ ആ സമ്പത്തിന്റെ പേരിൽ പടച്ചവനോട് നാം മറുപടി പറയേണ്ടി വരും. ആ മറുപടി നമുക്ക് കിട്ടുക എന്നുള്ളതാണ് പ്രശ്നം. നല്ലൊരു മറുപടിയാണെങ്കിൽ പറഞ്ഞ് രക്ഷപ്പെടാം. നല്ലൊരു മറുപടി അല്ല എങ്കിൽ പറയാൻ കഴിയില്ല, അഥവാ പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷയിലേക്കുള്ള വാതിൽ തുറക്കും. അതുകൊണ്ട് എവിടെ നിന്ന് പണം നേടുന്നു ചിന്തിക്കുക. ഒരു റിയാലാണ് നേടുന്നതെങ്കിൽ പോലും ആലോചിക്കുക, ഇത് ഹലാലാണോ എന്ന്. മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിച്ച് ഈ റിയാലിനെ കുറിച്ച് ചോദിക്കുമെന്നൊരു ബോധം മനസ്സിലുണ്ടാകും. അതോടൊപ്പം ചെലവഴിക്കുന്ന സമയത്ത് ഇത് ഹറാമിലേക്കാണോ ഹലാലിലേക്കാണോ എന്ന് നോക്കുക. അള്ളാഹുവിന്റെ ഇഷ്ടം ആ പണം ആ മാർഗത്തിൽ ചെലവഴിക്കുന്നതിൽ ഉണ്ടോ എന്ന് നോക്കുക. ആ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി നമുക്ക് കൊടുക്കാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ ആ ചോദ്യത്തിൽ നമുക്ക് രക്ഷപ്പെടാം. അവസാനമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എങ്ങനെയാണ്? വഅൻ ജിസ്മിഹി ഫീമ അബ്ലാഹു. അവന്റെ ശരീരത്തെ കുറിച്ച് ചോദിക്കും. ഫീമ അബ്ലാഹു, എന്തിലാണ് അവന്റെ ശരീരം അവൻ നശിപ്പിച്ച് കളഞ്ഞത് എന്ന്. ആ പ്രയോഗം ശ്രദ്ധേയമാണ്. എങ്ങനെയാണ് അവന്റെ ശരീരവും ആരോഗ്യവും അവൻ നശിപ്പിച്ച് കളഞ്ഞത് എന്ന്. ശരീരത്തിന് നൽകേണ്ടത് നൽകാതെ, നൽകാൻ പാടില്ലാത്തത് നൽകി ശരീരത്തെ നശിപ്പിക്കുന്ന ആളുകളാണ് നമ്മളിൽ ഭൂരിഭാഗം. ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ. സുഖസ്വസം പറഞ്ഞിട്ടുണ്ട്, കുല്ലു മുസ്കിരിൻ ഹറാം. എല്ലാ ലഹരിയും ഹറാമാണ്, നിഷിദ്ധമാണ്. അതോടൊപ്പം ചേർത്ത് വെക്കുന്ന ഒരു ആയത്ത് കൂടെയുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഖൂ ബിഐദീകും ഇലാ തഹ്ലുക. സത്യവിശ്വാസികളെ, നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അപകടത്തിലേക്ക് തള്ളിവിടരുത് കേട്ടോ എന്ന്. അത് വെച്ചിട്ടാണ് വായിച്ചു നോക്കേണ്ടത് സ്മോക്കിംഗ് ഹറാമാണോ ഹലാലാണോ എന്ന്. അപ്പൊ അതിന്റെ ഉത്തരം കിട്ടും. നമ്മുടെ ശരീരത്തെ നാം നശിപ്പിക്കാൻ പാടില്ലെന്നത് പരിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. എന്തായാലും സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിന് നല്ലതല്ലെന്ന് നമുക്കറിയാം. എന്തോ ആവട്ടെ, കഞ്ചാവാം, ബാക്കിയുള്ള രൂപത്തിലുള്ള പൊടികളാവാം, സാധാരണ വലിക്കുന്ന സാധാരണ കടകളിൽ കിട്ടുന്ന സാധനമാണ്, എന്തുവാ ശരീരത്തെ നശിപ്പിക്കുന്നുണ്ടോ അത് പാടില്ല എന്ന് ഖുർആനിന്റെ കൽപ്പനയാണ്. ഒരു ചോദ്യം അതാണ്, നമ്മുടെ ശരീരത്തെ എങ്ങനെ നശിപ്പിച്ചു എന്നത്. നൽകാൻ പാടില്ലാത്തത് നൽകിയിട്ട് എന്ത് ചെയ്യാം? ശരീരത്തെ നശിപ്പിക്കും. നൽകേണ്ടത് നൽകാതെയും നശിപ്പിക്കും. ഒന്ന്, ശരീരത്തിന് ഭക്ഷണം ആവശ്യമാണ്. ഭക്ഷണം കഴിക്കേണ്ട രൂപത്തിൽ കഴിക്കണം, കഴിക്കേണ്ട രൂപത്തിലേ കഴിക്കാവൂ. ഭക്ഷണം കഴിക്കുന്ന സുന്നത്തൊക്കെ കൃത്യമായിട്ട് അറിയാം. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം, അവസാനിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ചൊല്ലണം. ഭക്ഷണം കഴിക്കുന്നതിന്റെ ഫർദാണ് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നത്. ഖുർആൻ അങ്ങനെ തന്നെ പറയുന്നുണ്ട്, കുലു വശ്റബു വലാ തുസ്രിഫു. നിങ്ങൾ കഴിക്കണം, കുടിക്കണം, പക്ഷെ അത് അമിതമാവാൻ പാടില്ല. അത് ഭക്ഷണം കഴിക്കുമ്പോൾ സ്വീകരിക്കാനുള്ള ഫർദാണ്. അമിതമാവാൻ എന്താണെന്ന് കൂടി റസൂൽ പറഞ്ഞു, 3-1 കൂടുതൽ കഴിക്കാൻ പാടില്ല എന്ന്. 3-1 ആയി കഴിഞ്ഞാൽ, അതിന്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ അത് അമിതമാണ്. വലാ തുസ്രിഫു. അതിന്റെ ഒരു ഭാഗം വെള്ളം കുടിക്കണം, അത്ര കുടിച്ചേ പറ്റൂ. കുടിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമാണ്. ഭക്ഷണം 2 ഭാഗം ഭക്ഷണവും 1 ഭാഗം വെള്ളവും കുടിക്കും. 1 ഭാഗം ഒഴിച്ചിടാൻ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഒഴിച്ചിടാനുള്ള ഭാഗം നമുക്കില്ല. വലാ തുസ്രിഫു.
അതിനുള്ള ഫർദ് നമ്മൾ ഒഴിവാക്കുന്നു, സുന്നത്ത് അങ്ങനെ എടുക്കുന്നു. പാകത്തിനെ കഴിക്കാൻ പാടുള്ളൂ, പാകത്തിന് വെള്ളം കുടിക്കണം. ശരീരത്തിന് ആവശ്യമായ വെള്ളം അതിലേക്ക് എത്തൽ നിർബന്ധമാണ്. കഴിക്കുന്ന ഭക്ഷണം ഹലാലും ത്വയ്യിബും ആയിരിക്കണം, ഹലാലായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഹാനികരമാവുന്നതാവാനും പാടില്ല. നമ്മുടെ ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഒരു ഷുഗർ രോഗിയാണ്, അയാൾ മധുര പലഹാരങ്ങൾ അമിതമായിട്ട് കഴിക്കാൻ പാടില്ല. ഒരാൾക്ക് നല്ല കൊളസ്ട്രോൾ ഉണ്ട്, ഒരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ട്, അയാളുടെ ഈ അസുഖത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു ഭക്ഷണം കഴിക്കാൻ പാടില്ല. അത് ത്വയ്യിബല്ല, പക്ഷെ ഹലാലായിരിക്കാം. ഹലാലാണ്, പക്ഷെ അയാൾക്കത് ത്വയ്യിബാണ്. അതുകൊണ്ട് ശരീരത്തിന് നൽകേണ്ടത് നൽകണം, നൽകാൻ പാടില്ലാത്തത് ഒഴിവാക്കണം. അതോടൊപ്പം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന വ്യായാമങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഒഴിവ് കിട്ടിയ ഉറങ്ങുക എന്നുള്ള പരിപാടിയിൽ നിന്ന് ആരോഗ്യശാസ്ത്രം പറയുന്നത് എങ്ങനെയാണ്? ഒരാൾ ദിവസം 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ സാധാരണ രീതിയിലുള്ള എക്സർസൈസ്, അതല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും കഠിനമായിട്ടുള്ള എക്സർസൈസുകൾ അയാളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിന് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. നമുക്ക് രാവിലെ ഉറങ്ങണം, രാത്രി ജോലി കഴിയുന്ന ക്ഷീണം അപ്പോഴും ഉറങ്ങണം. ശരീരത്തിന് കൊടുക്കുന്നത് ഭക്ഷണം മാത്രം, ആവശ്യമുള്ളതും കൊടുക്കും, ആവശ്യം ഇല്ലാത്തതും കൊടുക്കും, ആവശ്യമുള്ളതിലേറെ കൊടുക്കും. വ്യായാമങ്ങൾ അല്ലെങ്കിൽ കളികൾ ജീവിതത്തിന്റെ ഭാഗമാക്കണം. അതാ ചോദ്യം, നിങ്ങളുടെ ശരീരം എന്തിലാ നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞത് എന്ന്. ഒറ്റ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ നാട്ടിൽ നിന്ന് കൂടുതൽ ആളുകളും കഷ്ടപ്പെടുന്ന ഒരു രോഗം ഡയബറ്റിക്കാണ്. എന്തുകൊണ്ട്? ഒറ്റുത്തരം, പാൻക്രിയാസ് അതിന്റെ ജോലി ചെയ്യുന്നില്ല എന്നതുകൊണ്ട് മാത്രം. എന്തുകൊണ്ട് പാൻക്രിയാസ് വർക്ക് ചെയ്യുന്നില്ല? നമ്മുടെ ശരീരം അധ്വാനിക്കുന്നില്ല. നമ്മുടെ ശരീരം അധ്വാനിച്ചെങ്കിലേ പാൻക്രിയാസ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേ അതിലുള്ള കാര്യങ്ങൾ വിഘടിച്ച് വരികയുള്ളൂ. പ്രത്യേകം പാൻക്രിയാസിനെ നമ്മളായിട്ട് പതുക്കെ നിശബ്ദം കൊന്നുകൊണ്ടിരിക്കുന്നു, ഒരു പണിയും ചെയ്യാതെ. എന്നിട്ട് നമ്മൾ പറയും ഷുഗറാണ്, പാരമ്പര്യമാണ്, DNA ഒക്കെ അങ്ങനെയാണ് പറയുന്നത്. എന്തെങ്കിലും പണി നമ്മൾ എടുക്കും, അതെടുക്കില്ല. എന്നിട്ട് മരുന്ന് കുടിച്ചുകൊണ്ടേയിരിക്കും. കുറ്റം DNA കാണപ്പെടും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ. അതാണ് എന്തിലാണ് നിന്റെ ശരീരത്തെ നീ നശിപ്പിച്ച് കളഞ്ഞത് എന്ന്. ശരി, അവസാനം സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിൽ പണ്ടൊന്നും ഇല്ലാതിരുന്ന, എന്നാൽ ഇന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലിനിക്കൽ സെക്ഷനാണ് നെഫ്രോളജിസ്റ്റുകളുടെ. വേണ്ടാത്ത ഭക്ഷണം കൊടുത്തിട്ട്, വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നിട്ട് നമ്മുടെ കിഡ്നികൾ പതുക്കെ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുന്നു. 2 കിഡ്നി അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഒരു സമയം ഒന്ന് വർക്ക് ചെയ്യുന്നു, അത് അവസാനിക്കുമ്പോൾ മറ്റൊന്നും വർക്ക് ചെയ്ത് തുടങ്ങുന്നു. നമ്മുടെ അനാവശ്യമായ ഭക്ഷണശീലങ്ങൾ, വ്യായാമമില്ലാത്ത ജീവിത രീതി നമ്മുടെ 2 കിഡ്നികളെയും നശിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും അയാൾ ഡയാലിസിസിലേക്ക് മാറേണ്ടി വരും. അതായത് ഒന്ന് മൂത്രമൊഴിക്കാൻ 2000-ന്റെയും 3000-ന്റെയും ഇടയിലുള്ള പണം അയാൾ കൊടുക്കേണ്ടി വരുന്നു എന്നർത്ഥം. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ അയാൾ 3000 രൂപ കൊടുക്കേണ്ടി വരുന്നു എന്നർത്ഥം. ശരീരത്തിലേക്ക് അമിതമായി ചെല്ലുന്ന ഓരോ ഗ്ലാസ് വെള്ളവും അയാൾക്ക് ദാഹിച്ചിട്ടാണ് കുടിക്കുന്നത്, പക്ഷെ ശരീരത്തിൽ നീർക്കെട്ടുകളായിട്ട് രൂപപ്പെടുന്നു. ശ്വാസം തിങ്ങുന്ന, വേദന സഹിക്കാൻ പറ്റുന്നില്ല. അവസാന ശരീരത്തിനെല്ലാം ഊറ്റിയെടുക്കേണ്ടി വരുന്നു, പുതിയ രക്തം കയറ്റേണ്ടി വരും. ഒരാഴ്ചയിൽ 10-15,000 രൂപ ചികിത്സക്കായിട്ട് വേണ്ടി വരും. എന്തായാലും അവസാനം 1-2 വർഷങ്ങൾക്കുള്ളിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അയാളുടെ ജീവിതം അവസാനിക്കും. വേണ്ടാത്ത ഭക്ഷണം കൊടുത്തിട്ട് കിഡ്നിയെ നമ്മൾ നശിപ്പിക്കുന്നു. വേണ്ടത്ര വെള്ളം കൊടുക്കാതെ കിഡ്നിയെ നമ്മൾ നശിപ്പിക്കുന്നു. നമുക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ എത്രയോ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും. അതിനോടുള്ള ധർമ്മങ്ങൾ നാം പുലർത്താതിരിക്കുന്നു. അള്ളാഹുവിന്റെ ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. എങ്ങനെയാണ് നിന്റെ ശരീരത്തിനെ നശിപ്പിച്ച് കളഞ്ഞത് എന്ന്. സുബഹ് മടിയായിരിക്കും, തുടങ്ങിയതാണ്, അതല്ലെങ്കിൽ ക്ഷീണം കൊണ്ടാണ്, നമ്മുടെ ശരീരം കൊണ്ട് ആവാത്തത് കൊണ്ടാണ്. ആവാതിരിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടുണ്ടാവുക,
പക്ഷേ നമ്മുടെ ശരീരത്തെ നമ്മൾ അങ്ങോട്ട് തള്ളി വിടുന്നു. അതുണ്ടാവാൻ പാടില്ല. ആരോഗ്യം സംരക്ഷിക്കൽ മുസ്ലിമിന്റെ ബാധ്യതയാണ്. അത് പടച്ചോനാളെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അതിനു വേണ്ട ഭക്ഷണ രീതികൾ പിന്തുടരണം. വ്യായാമ മുറകൾ പരിശീലിച്ചാൽ മതി. വെറുതെ രോഗങ്ങൾ വരുന്നല്ല, അതിന് കാരണക്കാർ നമ്മളാണെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമുക്ക് പരിചയമുള്ള വാക്കാണ്. അതിന് കാരണം നമ്മൾ തന്നെയാണ്. മാറാൻ നമ്മൾ തയ്യാറാണ്. ഏറ്റവും ചുരുങ്ങിയത് സുബഹിന് ശേഷം ഒന്ന് കിടന്നുറങ്ങാതെ ഒരു അരമണിക്കൂർ നടക്കാനെങ്കിലും പോയി കഴിഞ്ഞാൽ ആ ചോദ്യത്തിനെങ്കിലും മറുപടി പറയും, പടച്ചോനെ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത്. ജോലിയേക്കാൾ കൂടുതൽ സമയം ഉറങ്ങി തീർക്കുമ്പോൾ ഈ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. അവസാനിപ്പിക്കുന്നു. 4 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് എന്ത് തരത്തിലുള്ള വിശ്വാസമാണ് നാം കാത്തുവെച്ചിരുന്നത്? അള്ളാഹുവിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയും. കുറെ അറിവുകൾ നേടിയിട്ടുണ്ട്. ആ അറിവുകൾക്കനുസരിച്ച് പ്രവർത്തനത്തിൽ മാറ്റം കൊണ്ടുവന്നോ എന്ന്. വന്നിട്ടുണ്ടെങ്കിൽ ഭാഗ്യവാന്മാരാണ്. വരുത്തിയിട്ടില്ലെങ്കിൽ ഇന്നത് തുടങ്ങണം, അല്ലെങ്കിൽ പരലോകത്ത് ഉത്തരം മുട്ടിപ്പോകും. അനാവശ്യമായ, നമുക്ക് അർഹമല്ലാത്ത ഒരു രൂപയെങ്കിലും നമ്മുടെ കയ്യിൽ അറിയാതെയെങ്കിലും വന്ന് പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. പിന്നെ തരാമെന്ന് പറഞ്ഞ് ഒഴിവാക്കി കളയുന്ന കുറെ കണക്കുകളുണ്ട്. നമ്മൾ കൊടുക്കാൻ മറന്നാലും കിട്ടാനുള്ളവൻ അത് പലപ്പോഴും മറക്കില്ല. കടബാധ്യതയുള്ളവനായിട്ട് മരിച്ചു പോകാൻ പാടില്ല. അനാവശ്യമായിട്ടുള്ള ഒരു രൂപ പോലും നമ്മുടെ സമ്പാദിച്ചു ഉണ്ടാവാൻ പാടില്ല. അത് നമ്മുടെ ഭക്ഷണത്തെ, വസ്ത്രത്തെ, നമ്മുടെ കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള എല്ലാ ചുറ്റുപാടുകളെ, വിദ്യാഭ്യാസത്തെ വരെ ഹറാം തിന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഹറാമായി സമ്പാദിക്കുന്നത് മാറി നിൽക്കും. അതുപോലെ എങ്ങനെയാണ് ചെലവഴിച്ചത്? അള്ളാഹു ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ ചെലവഴിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ചു. ഹറാമായത് കഴിക്കാൻ, ഹറാമായ സുഖങ്ങൾ അനുഭവിക്കാൻ, ഹറാമായ രീതിയിലേക്ക് പോകാൻ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം മുട്ടിപ്പോകും, ഒടുങ്ങും പരലോകത്ത്. ഏറ്റവും ചുരുങ്ങിയത് അവസാനം നമ്മുടെ ആഗ്രഹം ഈ സമ്പാദിച്ചത് മുഴുവൻ സ്വതത്തായിട്ട് കൊടുത്തിട്ടെങ്കിലും നന്നാവാൻ പറ്റുമോ എന്ന്. മരണത്തിന്റെ സമയത്ത് ഒന്നും കൊണ്ടുപോകില്ല. കൊടുക്കാനുള്ളത് അതിൻ്റെ മുമ്പ് കൊടുക്കുക. ആരെങ്കിലും ചോദിക്കുന്ന സമയത്ത്, ഡ്രോപ്സിന് വേണ്ടി കളക്ഷൻ ഉണ്ടാകുന്ന സമയത്ത്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ സമ്പത്തിൽ കുറവ് വരുമെന്നല്ല ചിന്തിക്കേണ്ടത്. നേരെ മറിച്ച് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നാളെ മരണപ്പെടുന്ന സമയത്ത് എനിക്ക് കുറ്റബോധം ഉണ്ടാവൂലല്ലോ എന്ന ചിന്തമാണ്. ഒന്നുമില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാതൃകയാണ്. പിന്നീട് അവസാനമായി ശരീരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുക തന്നെ വേണം. ലഹരി ഉപയോഗിക്കരുത്. എന്തൊക്കെയാണെന്ന് നമുക്കറിയാം, നമ്മൾ തീരുമാനിക്കാം. മോശമായ ഭക്ഷണം കഴിക്കരുത്. വയറ് നിറച്ച് കഴിക്കരുത്. നല്ല ഭക്ഷണം കഴിക്കണം. വ്യായാമം ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഉറക്കം പാകത്തിന് ആക്കണം. ശരീരത്തെ നശിപ്പിക്കുന്ന എല്ലാ ശീലങ്ങളിൽ നിന്നും ഒഴിവായിട്ട് നിൽക്കണം. അല്ലെങ്കിൽ നിന്റെ ശരീരത്തെ എന്തിനാണ് നശിപ്പിച്ചതെന്ന ചോദ്യത്തിന് ഉത്തരം മുട്ടി നമ്മൾ പോകും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരങ്ങൾ ജീവിതം കൊണ്ട് കണ്ടെത്തുവാൻ ശ്രമിക്കുക. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ